ഇപ്പോൾ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്യന്തം വികാരപരമായ ഒരു വിഷയമാണ് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ ജയിലിൽ ആകേണ്ടതായിട്ടുള്ള സാഹചര്യം. ഇത് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നവർ 2 കന്യാസ്ത്രീകൾ മാത്രമല്ല, അവരുൾപ്പെടുന്ന സഭ മാത്രമല്ല, എന്നാൽ ഇന്ത്യയിലാകമാനമുള്ള ക്രൈസ്തവ വിശ്വാസികളാണ് എന്ന ഒരു വലിയ സത്യം നമുക്ക് മറയ്ക്കാൻ കഴിയുന്നതല്ല. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് കൊണ്ട് പൊതുസമൂഹത്തിൽ ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതും ഒരു പരമമായ സത്യമാണ്. യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകളുടെ പേരിൽ ചുമത്തിയിരിക്കുന്നതായിട്ടുള്ള, അതായത് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ചുമത്തിയിരിക്കുന്നതായ ആരോപണങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ വളരെയേറെ ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന കർശനമായ നിയമങ്ങളാണ്. ഇപ്പോൾ അറിയുന്നിടത്തോളം ഈ കന്യാസ്ത്രീകളുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഏതാണ്ട് 10 വർഷം വരെ ജയിലിൽ തടവ് ലഭിക്കുന്ന തരത്തിൽ ഗൗരവമുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ടുള്ളത് മനുഷ്യക്കടത്ത്, രണ്ടാമതായിട്ടുള്ളത് നിർബന്ധിത മതപരിവർത്തനം. എന്നാൽ ഈ 2 കാര്യങ്ങളും അടിസ്ഥാനമില്ലാത്തതാണ് എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. മനുഷ്യക്കടത്തിന് വേണ്ടി ഈ കന്യാസ്ത്രീകൾ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അവിടെ 2-3 പെൺകുട്ടികൾ അവർ നിരാധരരായിരിക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ ആ പെൺകുട്ടികൾക്ക് ഈ കന്യാസ്ത്രീകൾ നടത്തുന്നതായ ആശുപത്രികളിൽ ജോലി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പെൺകുട്ടികളെ ഈ കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി തീരുമാനമെടുത്തതിനും നടപടികൾ സ്വീകരിച്ചതും. അവിടെ നമ്മൾ കാണേണ്ടത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ അവർക്ക് നൽകിയതായ സമ്മതപത്രം ഈ കന്യാസ്ത്രീകളുടെ കയ്യിലുണ്ട്. ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസും അതോടൊപ്പം തന്നെ ഈ ബജറംഗ് ദൾ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയും അവരെ കായികമായും മാനസികമായും പീഡിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ യാതൊരു മനുഷ്യക്കടത്തുമല്ല നടത്തുന്നത്. ഈ രക്ഷിതാക്കൾ, ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ അനുവാദത്തോടുകൂടി അവർ രേഖാമൂലം നൽകിയ സമ്മതപത്രത്തോടു കൂടിയാണ് ഈ കുട്ടികളെ ഞങ്ങൾ ജോലിക്കായി കൊണ്ടുപോകുന്നത്. സാമ്പത്തികമായി വളരെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ്, അവർക്ക് സഹായം നൽകുക എന്ന ഞങ്ങളുടെ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗം മാത്രമാണ് എന്നത് അവർ പറയുകയുണ്ടായി. അപ്പോൾ അത് നിലനിൽക്കുകയില്ല എന്ന് കണ്ടപ്പോൾ ഈ ഭീകര സംഘടന എന്ന് തന്നെ വിശേഷിപ്പിക്കട്ടെ, RSSന്റെയും സംഘപരിവാറിന്റെയും പോഷക സംഘടനകൾ അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള സംഘടനയായ ബജറംഗ് ദൾ പറയുന്നു, ഇത് മനുഷ്യക്കടത്തല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധിത മതപരിവർത്തനമാണ്. അപ്പോഴും പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവുമല്ല. കാരണം ഈ പെൺകുട്ടികൾ, ഞങ്ങൾ ജോലിക്കായി നിയോഗിച്ച ഈ പെൺകുട്ടികൾ വളരെ നേരത്തെ തന്നെ ക്രിസ്തു മത വിശ്വാസികളാണ്. അപ്പോൾ ഇവിടെ പരിവർത്തനത്തിന്റെ പ്രശ്നമേ വരുന്നില്ല എന്ന് ഈ കന്യാസ്ത്രീകൾ സത്യസന്ധമായി ഈ ബജറംഗ് ദൾ നേതാക്കന്മാരോടും അണികളോടും പറയുമ്പോൾ അതവർ കേൾക്കാൻ തയ്യാറായില്ല. അവർ ഒത്താശ ചെയ്യുന്ന ഒരു പോലീസാണ് യഥാർത്ഥത്തിൽ ഈ ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടതായ പോലീസ് സേന. അതോടൊപ്പം തന്നെ ഈ ബജറംഗ് ദളിലെ വളരെ തീവ്ര വികാരമുള്ള അല്ലെങ്കിൽ വളരെയേറെ ഭീകര സ്വഭാവത്തോടുകൂടി ക്രൂരമായി പെരുമാറുന്ന, മാനസികവും ശാരീരികമായി ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ഉപദ്രവിക്കാൻ പോലും തുനിഞ്ഞ ആളുകൾ ഇവരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്ന് ബലം പ്രയോഗിച്ച് ബോധ്യപ്പെടുത്തുകയും അതിന്റെ ഫലമായി അസാധാരണമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഛത്തീസ്ഗഡിലെ പോലീസ് ബജറംഗ് ദളിനോട് യോജിച്ചു നിന്നുകൊണ്ട് സകല നിയമവും കാറ്റിൽ പറത്തി ഈ പാവപ്പെട്ട 2 കന്യാസ്ത്രീകളെ തുറുങ്കിൽ അടച്ചിരിക്കുകയാണ്. അവർക്ക് ജാമ്യം ലഭിക്കാൻ പോലും സാധ്യതയില്ലാത്ത വകുപ്പുകളാണ് BNSലെ പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് അവരുടെ മേൽ ചാർത്തിയിരിക്കുന്നത്. അവർക്കെതിരായിട്ടിരിക്കുന്ന FIRൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവരുടെ മേൽ ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം പോലും ലഭിക്കാനായി അവർക്ക് സാധ്യതയില്ല. എന്നാൽ പോലും അവരുടെ പ്രത്യേകമായ അവസ്ഥ കണ്ടുകൊണ്ട് അടിയന്തരമായി ഇവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ദുർഗ് എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലെ ആ നഗരത്തിലെ മുനിസിപ്പൽ കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുകയുണ്ടായി. എന്നാൽ മുനിസിപ്പൽ കോടതി ആ ജാമ്യാപേക്ഷ 2 ദിവസങ്ങൾക്ക് മുൻപ് തള്ളിയിട്ട് പറഞ്ഞു,
ഞങ്ങൾക്കിത് കേൾക്കാനുള്ള അധികാരമില്ല. ഈ ജാമ്യാപേക്ഷ കേൾക്കേണ്ടത് സെഷൻസ് കോടതിയാണ്. കാരണം ആ തരത്തിലുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സെഷൻസ് കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചപ്പോൾ സെഷൻസ് കോടതിയും സങ്കടകരം എന്ന് പറയട്ടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഇതിൽ വളരെയേറെ ഭയപ്പെടുത്തുന്ന, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു രംഗമാണ് കോടതിയുടെ പരിസരത്ത് ഇന്നലെ കണ്ടത്. ഈ ബജ്രംഗ് ദളിന്റെ നേതാക്കന്മാരും അണികളും അവിടെ നിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ്, ഇവർക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്. നോക്കണം, ഒരു രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ പോലും ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള, വർഗീയ വിഷം ചീറ്റുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള സംഘടനകൾ ഇന്ത്യയുടെ ഈ മതേതരത്വം എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ളത് വളരെ ആശങ്കയോടുകൂടിയാണ് പൊതുസമൂഹം കാണുന്നത്. മാത്രവുമല്ല, ഇവർക്ക് ജാമ്യം നിഷേധിച്ചപ്പോൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഘോഷിക്കുകയാണ് കോടതിക്ക് പുറത്തു നിന്നുകൊണ്ട്. അവർ പറയുന്നു, ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ഞങ്ങൾ നേടിയെടുത്തു, ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്ന ഞങ്ങളുടെ ആവശ്യം ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചു എന്നവർ വീമ്പിളക്കുമ്പോൾ അവിടുത്തെ നീതി നിർവഹണം ഏത് ഘട്ടത്തിൽ ഏത് നിലയിലാണ് എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. മാത്രവുമല്ല, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ മറ്റൊന്ന്, സെഷൻസ് കോടതിയിൽ അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറും ബജ്രംഗ് ദളിന്റെ അഭിഭാഷകനും എടുത്ത നിലപാടാണ്. ഇവിടെ ഈ വിഷയം ഗൗരവമായി പാർലമെന്റിൽ ഉൾപ്പെടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം നൽകുന്ന അപേക്ഷയ്ക്ക് എതിർക്കുകയില്ല, സർക്കാരിന്റെ അഭിഭാഷകൻ എതിർക്കുകയില്ല, ബജ്രംഗ് ദളിന്റെ അഭിഭാഷകനും എതിർക്കുകയില്ല. ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നെങ്കിൽ ലഭിച്ചോട്ടെ എന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്നൊക്കെ കേരളത്തിലെ BJP നേതാക്കന്മാർ ഉൾപ്പെടെ ഇവിടെ വീമ്പിളക്കിയത് നമ്മളൊക്കെ കേട്ടതാണ്. അതൊന്നും യാതൊരു തരത്തിലും ഫലമില്ലാതെ പോയി എന്നുള്ളതാണ് ഇന്ന് ഉണ്ടായ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതൊരുതരം രാഷ്ട്രീയ കാപട്യമാണ്, ഇതൊരുതരം ഭരണപര ക്രൂരതയാണ്, അല്ലെങ്കിൽ ഭരണ ഭീകരതയാണ്. ഈ രാജ്യത്ത് സ്വന്തമായ അഭിപ്രായങ്ങൾ നിലനിർത്തുവാൻ, സ്വന്തമായി വിശ്വാസാചാരങ്ങൾ പ്രചരിപ്പിക്കുവാൻ, ആരുടെ മേലും നിർബന്ധമായി മതം മാറ്റത്തിനൊന്നും സമ്മർദ്ദം ചെലുത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗുണ്ടായുസം കാണിച്ച് പാവപ്പെട്ടവരായിട്ടുള്ള കന്യാസ്ത്രീകളെ മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുമ്പോൾ നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ BJP സർക്കാർ എന്ന കാര്യം നമ്മെ ഏറെ വളരെ വേദനിപ്പിക്കുന്നതാണ്. BJP നേതാക്കന്മാർ പോലും, കേരളത്തിലെ ചില നേതാക്കന്മാർ പോലും പ്രസ്താവനകൾ ഇറക്കി, ഒരു കാരണവശാലും ഈ കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുകയില്ല, അവരെ എത്രയും വേഗം ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ BJPയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷൻ, ഇവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അനിൽ ആന്റണി തുടങ്ങിയതായിട്ടുള്ള നേതാക്കളൊക്കെ പറഞ്ഞു. അവർ ഇന്നലെ ഛത്തീസ്ഗഡിൽ പോയി കന്യാസ്ത്രീകളെ കണ്ടു, നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് എത്രയും വേഗം ജയിലിൽ നിന്ന് പുറത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ അർത്ഥശൂന്യമായിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്തൊരു വലിയ ഒരു ക്രൂരമായ സമീപനമാണ് ഈ മോഡി സർക്കാരും മോഡിക്ക് വാഴ്ത്തുപാട്ട് പാടുന്ന മറ്റ് സംസ്ഥാന BJP സർക്കാരുകളും കാട്ടുന്നത് എന്നത് വലിയ വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ KC വേണുഗോപാൽ ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ, പ്രമേയം അവതരിപ്പിക്കാനൊക്കെ നേരത്തെ ശ്രമിച്ചപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള അധ്യക്ഷന്മാരൊക്കെ ആദ്യമൊക്കെ ഉന്നയിച്ച സംശയങ്ങൾക്ക് യഥായോഗ്യം മറുപടി പോലും പറയാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടില്ല, പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിച്ചിട്ടില്ല. എന്തായാലും വീണ്ടും ഈ വിഷയം കേരളത്തിലെ MP-മാർ പ്രത്യേകിച്ച് ആവർത്തിച്ച് പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു തക്കതായ മറുപടി ലഭിക്കാതെ അവർ പിന്മാറുകയില്ല എന്ന് അവർ ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയമല്ല കാണേണ്ടത്, മാനുഷികമായ പരിഗണന ഉണ്ടാകണം. രാജ്യത്തെ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ലഭിക്കണം. നൈതികമായിട്ടുള്ള ഒരു നിലപാട് ഭരണകർത്താക്കൾ സ്വീകരിക്കണം. ഈ ഭരണകൂട ഭീകരത ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. മറ്റ് മതവിശ്വാസികളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ഇതുപോലെയുള്ള മതഭ്രാന്തന്മാരെ വെച്ചു പുലർത്താൻ പാടില്ല. ഈ സംഘടനകളെ നിരോധിക്കണം എന്ന് പോലുമുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം അവരെത്ര ന്യൂനപക്ഷമാണെങ്കിലും ശരി, എത്ര ചെറിയ സംഖ്യയാണെങ്കിലും ശരി,
വളരെ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. മെത്രാന്മാരുടെ സമിതി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. തെരുവുകളിൽ അവർ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. പാർലമെന്റിന്റെ 2 സഭകളിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഇനിയും മൗനം പാലിക്കാൻ സർക്കാരിന് സാധ്യമല്ല. അവർ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാടെടുക്കണം. കള്ളക്കേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെയും അതുപോലെയുള്ള മതപുരോഹിതന്മാരെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള പ്രവണത അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നീതിന്യായ വ്യവസ്ഥകൾ പോലും കയ്യിലെടുക്കുന്ന തീവ്രവാദ സംഘടനകളായ ബജ്രംഗ് ദളിനെയും സംഘപരിവാറിനെയും ഒക്കെ നമ്മൾ രാജ്യത്ത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും തയ്യാറാകില്ല. ഈ രാജ്യത്തിന്റെ വൈവിധ്യം നിലനിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ന്യൂനപക്ഷ സമുദായങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അത് ഏത് ന്യൂനപക്ഷമാണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം ഒക്കെ ആരുടെയും ഔദാര്യമല്ല. അത് ഭരണഘടന നൽകിയിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മണിപ്പൂരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം, അതിന്റെ ഫലമായി ദേവാലയങ്ങൾ ചുട്ടരിക്കപ്പെടുന്നു, അനേക ആളുകൾ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമായെന്ന ലക്ഷണം ഈ കാര്യത്തിൽ മിണ്ടാൻ ഇപ്പോഴും തയ്യാറാകാതെ അർത്ഥപൂർണമായ മൗനം പാലിക്കുകയാണ്. ഇത് വെച്ചു ഉറപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള സന്ദേശം ഇപ്പോൾ ഇന്ത്യയുടെ നാനാ കോണുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ന്യൂനപക്ഷ പീഡനം അവസാനിപ്പിക്കണം. ഇതുപോലെയുള്ള മൃഗീയമായ നിലപാടുകൾ എടുക്കുന്ന സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നിരോധിക്കണം. നീതിന്യായ വ്യവസ്ഥയെ ആദരിക്കാത്ത സംവിധാനം ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തും വെച്ചു പുലർത്താൻ പാടില്ല. അതിൽ വീഴ്ച വരുത്തുന്ന സംസ്ഥാന ഗവൺമെന്റുകളെ പോലും തക്കതായ താക്കീത് നൽകി നിയന്ത്രിക്കണം. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാരിന് പിന്നാക്കം പോകാൻ സാധ്യമല്ല. കേരളത്തിലെ BJP നേതാക്കന്മാർ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. അവർ 2 തരത്തിൽ 2 വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ടുള്ള അവരുടെ യാത്ര അവസാനിപ്പിക്കണം. അവർ വോട്ടിന്റെ ആവശ്യം വരുമ്പോൾ അരമനകൾ കയറിയിറങ്ങി കേക്ക് വാങ്ങിച്ചു വിതരണം ചെയ്ത് മെത്രാന്മാരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന വില കുറഞ്ഞ ഏർപ്പാടുകൾ അവസാനിപ്പിക്കണം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ അവസരത്തിന് തുയർന്ന് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ മേൽ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിപ്പിക്കാൻ അവർ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഇവരുടെ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കുണ്ടാകാൻ പോകുന്ന അനുഭവം വളരെയേറെ വേദനിപ്പിക്കുന്നതായിരിക്കും എന്നാണ് ഇന്നിപ്പോ കേരളത്തിലെ സമൂഹം, പ്രത്യേകിച്ചും ഇന്ത്യയിലെ സമൂഹം പൊതുവെയും അതുപോലെ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും പുറത്ത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങൾ ഈ കാര്യത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ.